ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ പൂർത്തിയായ 7,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വർഷത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ലോക്സഭയിൽ ഇന്ന് 2 ദിവസത്തെ ചർച്ച ആരംഭിക്കും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് അഭിനന്ദനമറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്ത് 1991 ആരാധനാലയ നിയമപ്രകാരം പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് സുപ്രീംകോടതി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും. കേരളത്തിൽ പാലക്കാട് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരണമടഞ്ഞ 4 വിദ്യാർത്ഥിനികളുടെ സംസ്കാരം ഇന്ന്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവർ പങ്കെടുക്കും. വാർത്തകൾ വിശദമായി. മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ 7,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വിവിധ റെയിൽ, റോഡ് പദ്ധതികളും പാലങ്ങളും സ്നാനഘട്ടങ്ങളും ഉൾപ്പെടെയുള്ളവയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഗംഗയിലേക്ക് മലിനജലം ഒഴുകുന്നത് തടയുന്നതിനുള്ള പദ്ധതിക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രയാഗ്രാജ് സന്ദർശിച്ച ശേഷം ത്രിവേണി സംഗമം, അക്ഷയ്വത്, ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ ആരാധന നടത്തുന്ന പ്രധാനമന്ത്രി ഗംഗാ ആരതിയിലും പങ്കെടുക്കും. 15ാമത് ഇന്ത്യ UAE സംയുക്ത കമ്മീഷൻ യോഗത്തിന് വിദേശകാര്യമന്ത്രി S. ജയശങ്കറും UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് ബിൻ സുൽത്താൻ അൽ നഹാനും ന്യൂഡൽഹിയിൽ സഹ അധ്യക്ഷത വഹിക്കും. ഇന്നലെ നടന്ന 4ാമത് ഇന്ത്യ UAE നയതന്ത്ര ചർച്ചകളിലും ഇരുവരും അധ്യക്ഷത വഹിച്ചിരുന്നു. ചർച്ച ഫലവത്തായിരുന്നുവെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പറഞ്ഞു. രാജ്യത്ത് ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വർഷത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ലോക്സഭയിൽ ഇന്ന് 2 ദിവസത്തെ ചർച്ച ആരംഭിക്കും. ചോദ്യോത്തരവേളയ്ക്ക് ശേഷമാണ് പ്രത്യേക ചർച്ച. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലോക്സഭയിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ചയ്ക്ക് നാളെ ലോക്സഭയിൽ മറുപടി നൽകും. രാജ്യസഭയിൽ ഈ മാസം 16, 17 തീയതികളിൽ ഭരണഘടനയെക്കുറിച്ചുള്ള ചർച്ച നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൊവ്വാഴ്ച രാജ്യസഭയിൽ മറുപടി നൽകും. ദുരന്ത നിവാരണ ഭേദഗതി ബിൽ 2024 ലോക്സഭ പാസാക്കി. 2005 ദുരന്ത നിവാരണ ചട്ടം ഭേദഗതി ചെയ്യുകയും ദേശീയ, സംസ്ഥാന ദുരന്ത പ്രതികരണ അതോറിറ്റികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുകയുമാണ് ലക്ഷ്യം. ദേശീയ, സംസ്ഥാന ദുരന്ത പ്രതികരണ അതോറിറ്റികൾക്ക് ദേശീയ, സംസ്ഥാന തലങ്ങളിൽ പദ്ധതി തയ്യാറാക്കാൻ ബിൽ അധികാരം നൽകുന്നു. സംസ്ഥാന തലസ്ഥാനങ്ങൾക്കും നഗരങ്ങൾക്കും പ്രത്യേക ദുരന്ത നിവാരണ അതോറിറ്റിക്ക് രൂപം നൽകാനും വ്യവസ്ഥയുണ്ട്. സുരക്ഷിതവും അംഗീകൃതവുമായ അതിർത്തികളോടെ പരമാധികാരമുള്ളതും സ്വതന്ത്രവുമായ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്ന ദ്വിരാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുന്നതാണ് ഇന്ത്യയുടെ പലസ്തീൻ നയമെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. രാജ്യസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിൽ 2023 ഒക്ടോബർ 7 നടന്ന ഇസ്രായേൽ ഭീകരാക്രമണത്തെയും ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിനെയും ഇന്ത്യ ശക്തമായി അപലപിച്ചതായി വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പറഞ്ഞു. മേഖലയിൽ സുരക്ഷാ സാഹചര്യത്തിൽ ഇന്ത്യയ്ക്ക് ആശങ്കയുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വെടിനിർത്തലിനും ബന്ദികളുടെ മോചനത്തിനും സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയുമുള്ള പ്രശ്ന പരിഹാരത്തിനും ഇന്ത്യ ആഹ്വാനം ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമാക്കി. പലസ്തീനിലെ ജനങ്ങൾക്ക് സുരക്ഷിതവും സമയബന്ധിതവും സുസ്ഥിരവുമായ മാനുഷിക സഹായം എത്തിക്കേണ്ടതിന്റെ ആവശ്യകത ഇന്ത്യ ഊന്നിപ്പറഞ്ഞതായി മന്ത്രി പറഞ്ഞു. മേഖലയിലെ ഇന്ത്യൻ എംബസികൾ ബന്ധപ്പെട്ട അധികാരികളുമായും ഇന്ത്യൻ സമൂഹവുമായും നിരന്തരം ബന്ധപ്പെടുന്നതായും അതുവഴി അവരുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നതായും മന്ത്രി അറിയിച്ചു. സമുദ്ര സഞ്ചാര സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാകുന്ന ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ വ്യാപാരത്തെ ബാധിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. വിതരണ സ്രോതസ്സുകളുടെ വൈവിധ്യവൽക്കരണം, എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും ആഭ്യന്തര ഉൽപാദന വർധനവ്, ഇതര ഊർജ്ജ സ്രോതസ്സുകളുടെ വിപുലീകരണം എന്നിവ ഉൾപ്പെടുന്ന ബഹുമുഖ തന്ത്രമാണ് സർക്കാർ പിന്തുടരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. സിംഗപ്പൂരിൽ നടന്ന ഫിഡെ ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. ചൈനയുടെ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിയാണ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചാമ്പ്യനെന്ന നേട്ടം 18-കാരനായ ഗുകേഷ് സ്വന്തമാക്കിയത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
സിംഗപ്പൂരിലെ വേൾഡ് സെന്റോസ റിസോർട്ടിൽ നടന്ന കരുയുദ്ധത്തിൽ പുതിയ രാജാവ് പിറന്നിരിക്കുന്നു. ഇന്ത്യയുടെ ഗുകേഷ് ദോമരാജു ലോക ചെസ് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. പ്രായം വെറും 18 വയസ്സും 8 മാസവും മാത്രം. അതും കിരീട നേട്ടം നിലവിലെ ചാമ്പ്യൻ ചൈനയുടെ ഡിങ് ലിറനെതിരെ നിർണായക മത്സരത്തിൽ കറുത്ത കരുക്കളുമായി സന്ധിയില്ലാത്ത പോരാട്ട വീര്യം കാഴ്ചവെച്ച് ഒടുവിൽ 55ാം നീക്കത്തിൽ പരിചയസമ്പന്നനായ ചൈനീസ് ഗ്രാൻഡ് മാസ്റ്റർക്ക് പിഴച്ചു. ലോക ചെസ് കിരീടം ചതുരംഗത്തിന്റെ നാട്ടിലേക്ക്. രാജ്യത്ത് 1991 ആരാധനാലയ നിയമപ്രകാരം പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് സുപ്രീംകോടതി. തീർപ്പു കൽപ്പിക്കാത്ത കേസുകളിൽ ഇനിയൊരു നിർദ്ദേശം ഉണ്ടാകുന്നതുവരെ അന്തിമ ഉത്തരവുകൾ പുറപ്പെടുവിക്കരുതെന്നും സുപ്രീംകോടതി ഉത്തരവിട്ടു. ഇതുമായി ബന്ധപ്പെട്ട ഹർജികളിൽ 4 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. യൂറോപ്യൻ യൂണിയനുമായി സന്തുലിതവും സമഗ്രവും പരസ്പരം പ്രയോജനകരവുമായ സ്വതന്ത്ര വ്യാപാര കരാറാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ കമ്മീഷൻ പ്രതിനിധി സംഘത്തിലെ അംബാസഡർമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു ശ്രീ ഗോയൽ. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള മികച്ച സഹകരണവും വർദ്ധിച്ചുവരുന്ന വ്യാപാര ബന്ധവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. 2025 ജനുവരി 1 യൂറോപ്യൻ യൂണിയൻ അതിർത്തിരഹിത ഷെങ്കൽ ഏരിയയുടെ ഭാഗമാകാനൊരുങ്ങി റൊമാനിയയും ബൾഗേറിയയും. തീരുമാനത്തിൽ യൂറോപ്യൻ പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ട ബെറ്റ്സോള സമൂഹമാധ്യമത്തിലൂടെ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളെ അഭിനന്ദിച്ചു. ശക്തമായ ഷെങ്കൽ മേഖല സുരക്ഷിതവും കൂടുതൽ ഏകീകൃതവുമായ യൂറോപ്പിനെ പ്രതിനിധാനം ചെയ്യുന്നതായി അവർ പറഞ്ഞു. സാംസ്കാരിക വിനോദസഞ്ചാര മേഖലകളിൽ വിപ്ലവകരമായ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയത് രാജ്യത്ത് സാമൂഹിക, സാമ്പത്തിക, ബൌദ്ധിക നേട്ടങ്ങൾ ലഭിക്കാൻ കാരണമായെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ വിനോദസഞ്ചാര മേഖലയെ അവിഭാജ്യ ഘടകമാക്കാൻ നിരവധി പദ്ധതികളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. कल्चर क्रिएटिव इकोनॉमी में और अधिक इन्वेस्टमेंट हो, ये भारत का जो संकल्प था एक बार फिर पूरा विश्व उसको दोहराता हुआ ऐसा दिखाई दे रहा है. हम सब जानते हैं कि माननीय प्रधानमंत्री जी के नेतृत्व में जिस तरह से विरासत का सम्मान हमने करना प्रारंभ किया है, एक बहुत महत्वाकांक्षी परियोजना संस्कृति मंत्रालय ने ली है और माननीय प्रधानमंत्री जी के मार्गदर्शन में हम भारत के 10,000 साल के इवोल्यूशन को दिखाने के लिए दुनिया का सबसे बड़ा म्यूजियम हमारे राष्ट्रपति भवन के सामने नॉर्थ और साउथ ब्लॉक में बनाने की योजना पर काम कर रहे हैं. 29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. വൈകുന്നേരം 6 മണിക്ക് നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ ചലച്ചിത്ര പ്രതിഭ ശബാന അസ്മി മുഖ്യാതിഥിയാകും. പാലക്കാട് പനയമ്പാടത്ത് സിമന്റ് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരിച്ച 4 വിദ്യാർത്ഥിനികളുടെയും ഖബറടക്കം ഇന്ന് നടക്കും. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MB രാജേഷ് എന്നിവർ പങ്കെടുക്കും. കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനികളായ നിദ ഫാത്തിമ, ഇർഫാന ഷെറിൻ, റിദ ഫാത്തിമ, ആയിഷ എന്നിവരാണ് ഇന്നലെ വൈകുന്നേരമുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ മരണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി രാവിലെ 5:30 മണിയോടെയാണ് 4 പേരുടെയും മൃതദേഹങ്ങൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്നും വിട്ടു നൽകിയത്. തുപ്പനാട് ചെറുള്ളിയിലെ വീട്ടിലെത്തിച്ച മൃതദേഹങ്ങൾ രാവിലെ 8:30യോടെ തുപ്പനാട് കരിമ്പക്കൽ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. ഇതിനുശേഷം തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലാണ് ഖബറടക്കം നടക്കുക. ഒന്നിച്ച് പഠിച്ച് കളിച്ച് നടന്ന അയൽവാസികളായ 4 പെൺകുട്ടികളുടെ ദാരുണാന്ത്യം ഈ പ്രദേശത്തെ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാക്കിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രധാന വാർത്തകൾ വീണ്ടും. മഹാകുംഭമേളയോടനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ പൂർത്തിയായ 7,000 കോടി രൂപയുടെ പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഭരണഘടന അംഗീകരിച്ചതിന്റെ 75ാം വർഷത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി ലോക്സഭയിൽ ഇന്ന് 2 ദിവസത്തെ ചർച്ച ആരംഭിക്കും. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് പട്ടം നേടിയ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷിന് അഭിനന്ദനമറിയിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. രാജ്യത്ത് 1991 ആരാധനാലയ നിയമപ്രകാരം പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്ന് സുപ്രീംകോടതി. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തിരിതെളിയും.
കേരളത്തിൽ പാലക്കാട് ലോറി ദേഹത്തേക്ക് മറിഞ്ഞ് മരണമടഞ്ഞ 4 വിദ്യാർത്ഥിനികളുടെ സംസ്കാരം ഇന്ന്. മന്ത്രിമാരായ കെ കൃഷ്ണൻകുട്ടി, MP രാജേഷ് എന്നിവർ പങ്കെടുക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.